എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാലും നിലവിലുള്ള ഭരണകൂട സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്ന BJPയെ അധികാരത്തിലെത്തിക്കില്ല എന്ന ശരിയായ സമീപനത്തിലൂടെയല്ലാതെ ഇന്ത്യയെ രക്ഷിക്കാൻ വേറൊരു വഴിയുമില്ല എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് മലയാളിക്ക് സാധിക്കണം. മലയാളികളെ പറ്റി പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സുരക്ഷിതരാണെന്നാണ്. ഒരു സുരക്ഷിതയുമില്ല. അടിമുടി ആയുധവൽക്കരിക്കപ്പെടുന്ന സംവിധാനത്തെയാണ് ഫാസിസം എന്ന് പറയുക. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഫാസിസത്തിൻ്റെ ഏറ്റവും ശക്തമത്തായ മുഖം കണ്ട, വികൃതമായ മുഖം കണ്ട ലോകം ജർമ്മനി മുഖേനയാണ്. ഫാസിസം 60 ലക്ഷം മനുഷ്യരെയാണ് മൃഗീയമായിട്ട് ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നത്. 60 ലക്ഷം മനുഷ്യരെ. ഇവിടെ ഗോൾവാൾക്കർ എന്ന് പറയുന്ന RSSന്റെ പ്രത്യശാസ്ത്രക്കാരൻ എഴുതിയ വിചാരധാര എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, അവിടെ ഹിറ്റ്ലർ വംശശുദ്ധി വരുത്തി. എങ്ങനെയാ വംശശുദ്ധി വരുത്തിയത്? 60 ലക്ഷം ആളുകളെ കൊന്നിട്ട്. ഇവിടെയും നമുക്ക് വംശശുദ്ധി വേണം. അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. ആരാണ് ഇവിടെ ആഭ്യന്തര ശത്രു? അവിടെ ആഭ്യന്തര ശത്രുവിനെയാണ് കൊന്നത്. ഇവിടുത്തെ ആഭ്യന്തര ശത്രു ആരാ? 3 ആഭ്യന്തര ശത്രുക്കളാണ് ഇന്ത്യയിലുള്ളത്. ഇന്നല്ല എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്. ഒന്നാമത്തത് മുസ്ലിം, രണ്ടാമത്തത് മിഷണറീസ് ക്രിസ്ത്യൻ, മൂന്നാമത്തത് മാർക്സിസ്റ്റ്. ഈ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യണം, ഉന്മൂലനം ചെയ്യണം. പച്ചയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് വേണം? എന്നിട്ട് നേരത്തെ പറഞ്ഞതാണ്, എന്നിട്ട് വംശശുദ്ധി വേണം. വംശശുദ്ധി. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. ഈ ആഭ്യന്തര ശത്രു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന നാടേതാണ്? ഈ ആഭ്യന്തര ശത്രു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന നാട്, സംസ്ഥാനം എവിടെയാണെന്ന്? ഏതാ? അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ഉന്മൂലനം നടക്കേണ്ടത് എവിടെയാ? നല്ല തിരിച്ച് വർത്തമാനം പറഞ്ഞ് വരുന്നുണ്ടല്ലോ. ഉന്മൂലനം ചെയ്യാനാ എന്നെയും നിങ്ങളെയും ഉൾപ്പെടെ എല്ലാവരെയും. ഇതാ പരിപാടി. ഈ ഉന്മൂലനം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളമായിരിക്കും. അതാണ് കേരളത്തോട് ഈ പക. കേരളത്തെ ഒരു ഇഞ്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കാതെ, അനുവദിക്കാത്ത നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ലോകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ 3 സാർവദേശീയ മതമാണ്. ഈ 3 സാർവദേശീയ മതത്തിൽപ്പെട്ട മനുഷ്യരെ ഇവിടെ കേരളത്തിൽ വിന്യസിപ്പിച്ചതുപോലെ ഈ ഭൂലോകത്ത് എവിടെയും വിന്യസിപ്പിച്ചിട്ടില്ല. ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രസംഗം കേട്ടിരിക്കുകയല്ല വേണ്ട, ഒരു ഉത്കണ്ഠ ഉണ്ടാവണം. എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്കണ്ഠ. കേരളത്തിലാണ് ഞാൻ ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട മതങ്ങളുടെ ഏറ്റവും പ്രബലമായ വിഭാഗം ഇതുപോലെ സന്നിവേശിപ്പിക്കപ്പെട്ട റേഷ്യോവിലുള്ള ഒരു നാടും ഈ ലോകത്ത് വേറെ എവിടെയുമില്ല. അപ്പോൾ വളരെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രേഖ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയെ ഓരോ സംസ്ഥാനത്തിൻ്റെയും കഴിവെടുത്ത്, ആ കഴിവനുസരിച്ച് BJPക്ക് 37% വോട്ടേ ഉള്ളൂ. 63% വോട്ട് BJP വിരുദ്ധമാണ്. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ കൃത്യമായിട്ട് ചോർന്നു പോകാതെ, ഛിന്ന ഭിന്നമാവാതെ, കൃത്യമായിട്ട് ഒരേ കേന്ദ്രത്തിൽ, ഒരേ സ്ഥാനാർത്ഥിക്ക് ഓരോ മണ്ഡലത്തിലും കൈകാര്യം ചെയ്ത് വന്നാൽ നമുക്ക് BJPയെ തോൽപ്പിക്കാം. അതിന് ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാവണം. ഹിന്ദുത്വ അജണ്ടയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ മൃദു ഹിന്ദുത്വം കൊണ്ടാവില്ല എന്ന് ആദ്യം കോൺഗ്രസ് മനസ്സിലാക്കണം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പൂർണ്ണമാവുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ആ ഉദ്ഘാടനത്തിന് ഞങ്ങളില്ല എന്ന് സഖാവ് യെച്ചൂരിയും D രാജയും പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇരുട്ട് തപ്പുകയായിരുന്നു, ഒരു വ്യക്തതയില്ല. ഇടതുപക്ഷ ശക്തികൾ ഈ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ ഇപ്പോൾ അവർ തീരുമാനിച്ചു ഞങ്ങളില്ല അതിൻ്റെ പരിപാടിയിൽ. പക്ഷെ എന്താ കാര്യം? കോൺഗ്രസിൻ്റെ UP ഘടകം പറഞ്ഞു ഞങ്ങൾ പോവും.
ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി ഒരേ ഒരു മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ ഹിന്ദി മേഖലയിൽ, അത് സുഗുവാണ്. സുഗു കുറേ പേരുണ്ട് അതിന് മുമ്പിൽ, ഏറ്റവും അവസാനം സുഗുവാണ്. സുഗു പറഞ്ഞു വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പോവും, കർണാടകത്തിൽ നിന്നും പോവും, എല്ലാ സ്ഥലത്തും പോകുമെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഇവർ തീരുമാനിച്ചിട്ട് എന്താ കാര്യം? കോൺഗ്രസ് തീരുമാനം ഞങ്ങൾ പോകുന്നില്ല, പക്ഷേ മറ്റെല്ലാ കോൺഗ്രസ്സുകാരും തീരുമാനം ഞങ്ങളെല്ലാം പോകും. മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കാനുള്ള അപകടമാണ്. നിങ്ങൾക്ക് ഒരു പാർട്ടിയായിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. ആ അജണ്ട ഗൗരവത്തോടുകൂടി ഉത്തരവാദിത്വബോധത്തോടുകൂടി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്ത് ഇന്ത്യ എന്ന ആ മഹാമുന്നണിയെ, മഹാസഖ്യത്തെ ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭാവി അപകടകരമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇതിനെല്ലാം ആശയ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ അധ്യാപക പ്രസ്ഥാനം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു നാടിൻ്റെ ആശയ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകർ. മുമ്പേ അതെ, ദേശീയ പ്രസ്ഥാനത്തിലും അതെ.